Hi friends, we will make a DC motor. We will use Kandom and Chembombi easy to basic DC motor work open video. Friends, we will Chembombi. We will Chembombi round shape. DC motor body. We will use round. I will do 30 round ചുറ്റി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെമ്പമ്പിയുടെ രണ്ട് ലെഗും ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിർത്തണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു നീളത്തിലൊരു കമ്പി വേണം. ഇനി നമുക്ക് ആ കമ്പി ഇതേപോലെ സെൻട്രലിൽ കൂടെ തുളച്ച് കയറ്റണം. അങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരണം. അത് ഈ ലെഗിന്റെ സൈഡിൽ കൂടെ തന്നെ കയറ്റി എടുക്കണം നമുക്ക്. ഇനി നമുക്കൊരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കമ്പി സെൻട്രലിൽ വെച്ച് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ബാറ്ററിയായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഷോർട്ടാകും. അതിനായിട്ട് നമുക്ക് ഈ കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത കമ്പിയുടെ ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഇതുപോലെ ഒരു റീഫില്ലറോ ഒരു സ്ട്രോയുടെ പീസോ എന്തെങ്കിലും ഇതുപോലെ നമുക്ക് അതിലോട്ട് കയറ്റി ഇട്ട് കൊടുക്കണം. ഇത് ആ രണ്ട് കമ്പികൾ തമ്മിൽ ഷോർട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് രണ്ട് ചെമ്പ് കമ്പിയുടെ ലെഗുകൾ ഈ രണ്ട് കമ്പിയിലോട്ടും ഇതുപോലെ പിരിച്ച് വെച്ച് കൊടുക്കണം. നമ്മൾ കമ്പിയിലോട്ട് ചെമ്പമ്പി പിരിച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ബ്ലേഡോ എന്തെങ്കിലും വെച്ച് നമ്മൾ ചെമ്പമ്പിയുടെ രണ്ടറ്റവും നന്നായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കണം. ഇനി നമുക്ക് രണ്ട് സ്റ്റാൻഡാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഇതുപോലൊരു കമ്പി എടുത്തിട്ട് ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ഈ കമ്പിയുടെ അറ്റം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വളച്ചെടുക്കണം. നമുക്ക് ഈ ഒരു നീളത്തിൽ വെച്ച് കമ്പിനി കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് ഇത് നമുക്കൊരു യു ഷേപ്പിൽ ഒന്ന് വളച്ചെടുക്കണം. ഇനി നമ്മൾ യു ഷേപ്പിന് വളച്ചെടുത്ത ഒരു പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ നമുക്ക് രണ്ട് ഇതേപോലത്തെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെമ്പമ്പി കട്ട് ചെയ്തിട്ട് രണ്ട് അറ്റവും ഇതേപോലെ ഉരച്ച് അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് നമുക്ക് യു ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് ഇത് പിരിച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ രണ്ട് ചെറിയ സ്ക്രൂ വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തടിയുടെ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ തടിയുടെ ഈ ഒരു സൈഡിലോട്ട് ഈ ഒരു യു ഷേപ്പിലെ കമ്പി ഇവിടെ വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെമ്പമ്പിയുടെ ആ കമ്പി ഈ ഒരു ഹോളിലോട്ട് കയറ്റിയിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ യു ഷേപ്പിലെ ആ ഒരു ഹോളിനകത്തോട്ടും കയറ്റിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് അത് നന്നായിട്ടൊന്ന് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. ഇനി നമുക്ക് രണ്ട് കമ്പിയുടെ രണ്ടറ്റത്തോട്ടും ഇതുപോലത്തെ രണ്ട് സ്റ്റോപ്പർ ഇട്ട് കൊടുക്കണം. അത് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബാറ്ററിയുടെ കണക്ടർ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ബാറ്ററിയുടെ കണക്ടർ രണ്ട് ചെമ്പ് കമ്പിയുടെ രണ്ട് അറ്റത്തോട്ടും ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു വലിപ്പത്തിലൊരു കാന്തം കൂടെ വേണം. നമുക്ക് കാന്തം ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് ഗ്ലൂ ഉപയോഗിച്ചോ എന്തെങ്കിലും ഒരു പശ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ച് നോക്കണം. അപ്പോൾ ചെമ്പ് കമ്പിയുടെ നേരെ വരത്തക്ക രീതിയിൽ ഈ ഒരു ഭാഗത്ത് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 7.4 വോൾട്ട് വരുന്നൊരു ബാറ്ററി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മാക്സിമം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ വീഡിയോസ് കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.